പിഡിയിലെ തേർഡ് മൊഡ്യൂളാണ് ഇത്, ഇന്റഗ്രൽ ഇക്വേഷൻസ്. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ചില ക്ലാസ്സുകളിൽ നമ്മൾ ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന്. ax പ്ലസ് ബി അങ്ങനെ ഉള്ള ഫോമുകളെയാണ് നമ്മൾ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയാം. ഇതിൽ എക്സ് എന്നതിനെ നമ്മൾ വേരിയബിൾ ആയും എനെയും ബിനെയും നമ്മൾ കോൺസ്റ്റൻസ് ആയിട്ടും കൺസിഡർ ചെയ്യും. ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ എപ്പോഴാണ് ഒരു ഇക്വേഷൻ ആകുന്നത്? ax പ്ലസ് ബി ഈക്വൽ ടു 0 വരുമ്പോഴാണ് ഈ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഒരു ഇക്വേഷൻ ആയിട്ട് മാറുന്നത്. അത്തരത്തില് കുറെ ഇക്വേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. 10th-ലും 9th-ലും 10th-ലൊക്കെ കുറെ ഇക്വേഷൻസ് കണ്ടു. 10th-ൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് ധാരാളമായി പഠിച്ചു. പ്ലസ് 1 വന്നപ്പോഴാണ് വേറെ ടൈപ്പ് ഇക്വേഷൻ കണ്ടത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. എന്താ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം. ഞാൻ ഉദാഹരണം എഴുതുന്നു, dy/dx is equal to y. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? എന്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണോ dy/dx is equal to x എന്ന് equal to y എന്ന് കിട്ടുന്നത്, അതാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ. എന്ന് പറഞ്ഞാൽ dy/dx is equal to y എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y എന്താണ് എന്നാണ്. y-ന്റെ ഡെറിവേറ്റീവും y-യും സെയിം വരണം. അത്തരത്തിലുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മുടെ e⁻x എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്താ? y is equal to e⁻x plus c. ഇതെങ്ങനെ കണ്ടുപിടിക്കണം, ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നമുക്കറിയാം. ഞാൻ ഇതിന്റെ ഉത്തരം നേരിട്ട് എഴുതിയെന്ന് മാത്രം. ഈ ഒരു ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1. ഇതിന്റെ പ്രത്യേകത എന്താ? ആൽഫ ഓഫ് എക്സ് ഇൻറ്റു y ഓഫ് എക്സ് is equal to f of x plus lambda into integral a to b k of x comma theta d theta. ഇതിലെ ആൽഫ, എഫ്, കെ എന്നൊക്കെ പറയുന്നത് ഫങ്ഷൻസ് ആണ്. എ, ബി, ലാംഡ എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. നമ്മുടെ എയിം എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ നമ്പർ 1-ലെ y എന്തെന്നാണ് കണ്ടുപിടിക്കുന്നത്. yക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇക്വേഷൻ നമ്പർ 1 സാറ്റിസ്ഫൈ ചെയ്യുക എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കേണ്ട y എവിടെ കിടക്കുന്നത് നിങ്ങൾ നോക്കി. ഇന്റഗ്രലിന്റെ ഉള്ളിലാണ് കണ്ടുപിടിക്കേണ്ട y കിടക്കുന്നത്. അപ്പൊ ഇക്വേഷൻ പ്രത്യേകത എന്താ? നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് ആ കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രൽ സൈനിന്റെ ഉള്ളിൽ കിടക്കുന്നു. അത്തരത്തിലുള്ള ഇക്വേഷൻസിനെ പറഞ്ഞ പേരാണ് ഇന്റഗ്രൽ ഇക്വേഷൻസ്. ഇതാണ് നമ്മുടെ മൊഡ്യൂളിന്റെ പേര് തന്നെ. ഡെഫിനിഷൻ നോക്കാം. An integral equation is an equation in which a function to be determined appear under an integral sign. എന്ന് പറഞ്ഞാൽ എന്താണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് ഇന്റഗ്രൽ സൈനിന്റെ ഉള്ളിൽ കിടക്കുന്ന രീതിയിലുള്ള ഇക്വേഷൻസിനെയാണ് ഇന്റഗ്രൽ ഇക്വേഷൻസ് എന്ന് പറയാം. ഈ ഇന്റഗ്രൽ ഇക്വേഷന്റെ ഉള്ളിൽ കിടക്കുന്ന k of x, theta എന്ന ആ പ്രത്യേകതരം ഫംഗ്ഷൻ അല്ല, എക്സിലും സീറ്റയിലുള്ള ആ ഫംഗ്ഷനെ പറയുന്ന പേരാണ് കേർണൽ ഓഫ് ഇന്റഗ്രൽ ഇക്വേഷൻ. ഈ ആൽഫ ആയാലും എഫ് ആയാലും എക്സിലുള്ള ഫംഗ്ഷൻസ് ആണ്. പക്ഷെ കേർണൽ എന്ന് പറഞ്ഞാൽ എക്സിലും സീറ്റയിലുള്ള ഫംഗ്ഷൻസ് ആണ്. എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ എളുപ്പത്തിൽ മനസ്സിലാവും. വളരെ എളുപ്പമുള്ള ടോപ്പിക് ആണിത്. ഇന്റഗ്രൽ ഇക്വേഷനെ ഇനി ഞാൻ എഴുതുന്നത് IE എന്ന ഷോർട്ട് ഫോം ഉപയോഗിച്ചിട്ടായിരിക്കും. ഇന്റഗ്രൽ ഇക്വേഷനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷൻ, വോൾട്ടേറ ഇന്റഗ്രൽ ഇക്വേഷൻ. ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ് ഈ എഴുതിയിട്ടുള്ളത്. ആൽഫ ഓഫ് എക്സ് ഇൻറ്റു y ഓഫ് എക്സ് is equal to f of x plus lambda integral a to b k of x comma theta y of theta d theta. വോൾട്ടേറ ഇന്റഗ്രൽ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ് എഴുതിയിട്ടുള്ളത്. ആൽഫ ഓഫ് എക്സ് ഇൻറ്റു y of x is equal to f of x plus lambda integral a to b k of x comma theta y of theta d theta. ഈ രണ്ട്
ഫ്രെഡ്ഹോം ഇക്വേഷൻ ആയാലും വോൾട്ടേറയുടെ ഇക്വേഷൻ ആയാലും കാഴ്ചയിൽ ഒരുപോലെയാണ്. ഒരേ ഒരു മാറ്റമാണ് ഇവ രണ്ടിനും ഉള്ളത്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ആ മാറ്റം ഇന്റഗ്രൽ a to b എന്നതിലാണ്. ഫ്രെഡ്ഹോം, ആ ഫ്രെഡ്ഹോമിലെ ഫസ്റ്റ് ലെറ്റർ എഫ് ആണല്ലോ. അപ്പോ എഫ് ഫോർ ഫൈനൈറ്റ്, ഇതൊരു ഫൈനൈറ്റ് ഇന്റഗ്രൽ ആയിരിക്കണം. ഇന്റഗ്രൽ a to b. വോൾട്ടേറ ആവുമ്പോ ഇന്റഗ്രൽ a to x ആയിരിക്കണം. a to x. ഈ എക്സ് തന്നെയാണ് ഇവിടെയുള്ള ഈ ആൽഫ ഓഫ് എക്സ് എക്സും എഫ് ഓഫ് എക്സ് എക്സ് ഒക്കെ എക്സ് ആണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഈ ഇന്റഗ്രൽ വോൾട്ടേറ ഇക്വേഷൻ ആയാലും ഫ്രെഡ്ഹോം ഇക്വേഷൻ ആയാലും ആകെ മാറ്റമുള്ളത് ഇന്റഗ്രലിലെ ലിമിറ്റിലാണ്. ബാക്കിയെല്ലാം സെയിം ആണ്. ഇതില് ആൽഫ എന്ന് പറയുന്നത് 0 ആയാൽ, അതാണ് പ്രോപ്പർട്ടി 1 ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇഫ് ആൽഫ ഇസ് ഈക്വൽ ടു 0 എന്തുണ്ടാവും? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മുഴുവൻ പോകും, റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. 0 is equal to f of x plus lambda related to the k of x of theta, k of x comma theta, y of theta d theta. അതുപോലെ വോൾട്ടേറിന്റെ ഇക്വേഷൻ. ഇത്തരത്തിലുള്ള ഇക്വേഷനെയാണ് ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയാം. അപ്പൊ ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറഞ്ഞാൽ അത് വോൾട്ടേറിന്റെ ഇക്വേഷൻ ആവാം, ഫ്രെഡ്ഹോമിന്റെ ഇക്വേഷൻ ആവാം. ജനറൽ ആയിട്ട് ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് മാത്രമേ പറയുള്ളൂ. then ആൽഫ is equal to 1 ആണെങ്കിൽ ഈ ഫ്രെഡ്ഹോം ഇക്വേഷനിലെ ആൽഫ ഓഫ് എക്സിന് 1 എടുക്കാം. y of x is equal to എന്ന് പറഞ്ഞു വരും. ഇവിടെയും y of x is equal to എന്ന് പറഞ്ഞു വരും. ഈ ഇക്വേഷൻ പറഞ്ഞ പേരാണ് ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. if ആൽഫ is equal to g of x, നമുക്ക് കണ്ട പ്രോപ്പർട്ടി 1 ആയാലും പ്രോപ്പർട്ടി 2 ആയാലും ഇതാണ് പ്രോപ്പർട്ടി 2, ഇതാണ് പ്രോപ്പർട്ടി 3 ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രോപ്പർട്ടി 1 ആയാലും പ്രോപ്പർട്ടി 2 ആയാലും ആൽഫ ഒരു കോൺസ്റ്റന്റ് ആയിരുന്നു. ആ കോൺസ്റ്റന്റിന് പകരം എക്സ് ഉള്ള ഒരു ഫംഗ്ഷൻ ഞാൻ ജി ഓഫ് എക്സ് എന്ന് വിളിച്ചാൽ അത്തരത്തിലുള്ള ഇന്റഗ്രൽ ഇക്വേഷൻ പറയുന്ന പേരാണ് ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഒരു മിസ്റ്റേക്ക് ആണ്, തേർഡ് കൈൻഡ് എന്നാണ്. ദിസ് ഇസ് നോട്ട് സെക്കൻഡ് കൈൻഡ്, ദിസ് ഇസ് തേർഡ് കൈൻഡ്. ഇതിൽ പറ്റിയ മിസ്റ്റേക്ക് ആണ്, നോട്ട് ചെയ്യണം. ദിസ് ഇസ് തേർഡ് കൈൻഡ്. ഫോർ എക്സാമ്പിൾ, g of x into pi of x equal to f of x plus lambda integral a to b k of x comma theta y of theta d theta. നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി കാണും. ഇവിടെ എന്താ ചെയ്ത? ഫോർ എക്സാമ്പിൾ ആൽഫ ഓഫ് എക്സിന് പകരം ഞാൻ ജി ഓഫ് എക്സ് എന്ന് കൊടുത്തു. ജി ഓഫ് എക്സ് ഇൻറ്റു phi of x is equal to f of x plus lambda integral a to b k of x comma theta y of theta d theta. ഇതാണ് ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് തേർഡ് കൈൻഡ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, സെക്കൻഡ് കൈൻഡ് എന്നുള്ളത് മിസ്റ്റേക്ക് ആണ്. പ്രോപ്പർട്ടി 3 പറയുന്നത് ആൽഫ ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെങ്കിൽ സെക്കൻഡ് കൈൻഡ് അല്ല, തേർഡ് കൈൻഡ് ആണ്. തേർഡ് കൈൻഡ്. ലെബനിസ് റൂൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു റൂളാണിത്. ഇന്റഗ്രൽ, ഒരു ഫൈനൈറ്റ് ഇന്റഗ്രലിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്നതാണ് ഈ റൂളിലൂടെ മനസ്സിലാകുന്നത്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എ ഓഫ് എക്സ് ടു ബി ഓഫ് എക്സ്, ശ്രദ്ധിക്കണം, എ ഓഫ് എക്സ് ടു ബി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് കോമ സീറ്റ ഡി സീറ്റ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ഓഫ് എക്സ് ടു ബി ഓഫ് എക്സ്. തന്നെ ഈ എഫ് ഓഫ് എക്സ് കോമ സീറ്റയെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പ്ലസ് അതോടുകൂടി ആ ഇന്റഗ്രേഷൻ തീരാണ്. ഇനി ഇന്റഗ്രൽ സൈനിന്റെ പുറത്താണ് ഈ എഫ് എന്ന് പറയുന്നത്. പ്ലസ് എഫ് ഓഫ് എക്സ് അതുപോലെ ഇടുന്നു. സീറ്റ എന്നതിന് പകരം അപ്പർ ലിമിറ്റ് ആയ ബി ഓഫ് എക്സ് എടുത്തെഴുതി ഇൻറ്റു ആ ബി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ദിസ് ഇൻറ്റു ബി ഡാഷ് ഓഫ് എക്സ്. ദെൻ മൈനസ് എഫ് ഓഫ് എക്സ് തന്നെ സീറ്റയ്ക്ക് പകരം ഈ ലോവർ ലിമിറ്റ് ആയ എ ഓഫ് എക്സ് കൊടുക്കുക. ദെൻ എ ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് എഫ് ഓഫ്
x comma a of x into a dash of x. ഞാൻ ഇതുകൂടെ വായിക്കാം. d by dx of integral a of x to b of x f of x comma theta d theta equal to integral a of x to b of x dou by dou x of f of x comma theta d theta plus f of x comma b of x into b dash of x minus f of x comma a of x into a dash of x. ഇതിനെയാണ് ലെബനിസ് റൂൾ എന്ന് പറയുന്നത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ റിസൾട്ട് ആണിത്. ഇന്റഗ്രൽ a to x ഇന്റഗ്രൽ a to x ഇന്റഗ്രൽ a to x, അതായത് f of x എന്ന ഫംഗ്ഷനെ n പ്രാവശ്യം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഒരു ഫംഗ്ഷനെ n പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് അറിയാം. അതുപോലെ ഈ ഒരു ഫംഗ്ഷനെ f of x എന്ന ഫംഗ്ഷനെ ശ്രദ്ധിക്കണം, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെയിം ആണ്. n ടൈംസ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സെയിം ആവണം. അത് n ടൈംസ് ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്ന് പറയുന്നത് 1 by n minus 1 factorial integral a to x x minus theta raised to n minus 1 f of theta d theta. ഈ x minus theta എന്നുള്ളത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു ടേമാണ്. x minus theta അതിന്റെ പവർ n minus 1 into ഈ f of x എന്തോ x ന് പകരം theta കൊടുക്കുക, f of theta d theta. ഇത്രയാണ് ഈ സെക്ഷനിൽ കാണുന്നത്. അടുത്ത സെക്ഷനിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാം.